തിരുവഷ മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 9 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 12 വരെയും വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 38 വരെയും തിരുവചനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമാണെന്ന്, മുൻകൂട്ടി അവിടെ നിന്ന് നിശ്ചയിച്ച പ്രകാരമാണെന്ന്, അവിടെ നിന്ന് പ്രവൃത്തികൾ നിറവേറ്റുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവാഭിമുഖ്യമുള്ളതാകും. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് സ്വയം ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയാത്തത്? ഒരു ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ്. എന്റെ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവിടെ നിന്ന് ഹിതമാകുന്നത് കൊണ്ടാണ്. അവിടെ നിന്നാണ് എല്ലാറ്റിനെയും നേതാവ്. അവിടെ നിന്നറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അവിടെ തന്നെ കരങ്ങളിൽ വഹിക്കുന്നുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിന്റെ പ്രത്യാശ മുഴുവൻ ദൈവമായിട്ട് മാറുന്നു. അയാൾക്ക് സ്വയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പറ്റുന്നു. സുവിശേഷത്തിൽ യേശുവിന്റെ ജന്മത്തെക്കുറിച്ച് പരിശുദ്ധമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന കാര്യങ്ങളാണ് നാം കേൾക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്നറിയപ്പെടുമെന്ന് മാലാഖ പറയുന്നു. പ്രവർത്തനം മുഴുവൻ ദൈവത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയുന്ന മറിയം സമ്മതം കൊടുക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസി നിന്റെ വാക്കിൽ നിന്ന് നിറവേറട്ടെ. ദൂതനത് അടയാളമൊക്കെ പറയുന്നുണ്ട്. എലിസബത്ത് ഗർഭിണിയാണെന്ന കാര്യം പറയുന്നുണ്ട്. ദൂതൻ പഴയ നിയമത്തിലെ പ്രവചനത്തെ ഉപയോഗിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം പറയുന്നുണ്ട്. അങ്ങനെ വചനം കേൾക്കുമ്പോഴും ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴും മറിയം സമ്മതിക്കുന്നു, നിന്റെ വാക്ക് നിറവേറട്ടെ, ഇതാ കർത്താവിന്റെ ദാസി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമുക്ക് ജീവിത വഴിയിൽ ദൈവത്തിന്റെ വാക്കുകൾ അംഗീകരിക്കാൻ പറ്റാത്തത്? അത് അവിടെ നിന്നാണെങ്കിൽ പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവാണെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നും ബോധ്യമില്ലാതെ വരുമ്പോഴാണ്. ബോധ്യമുണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പറ്റുക. പ്രവചനപ്രകാരമാണ്, മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരമാണ്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് എന്റെ ജീവിതം എന്ന പരമാർത്ഥം വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ തിരിച്ചറിയാൻ പറ്റണം. വചനങ്ങൾക്ക് അപ്രകാരമുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് വചനം ഹൃദയത്തിനകത്ത് ആഴപ്പെടണം. അപ്പോൾ മാത്രമേ അത് മനസ്സിലാവൂ. യെശയ്യാ പ്രവചനം അറിയാവുന്നത് കൊണ്ട് മറിയത്തോട് ദൂതൻ ആ വാക്ക് പറയുമ്പോൾ യെശയ്യാ പ്രവചനം മറിയത്തിന്റെ ഹൃദയത്തിനകത്ത് മുഴങ്ങുന്നുണ്ട്. യെശയ്യാ പ്രവചനം നിറവേറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ പ്രവചനമാണ് തന്നെ നിറവേറുക എന്ന് തിരിച്ചറിയുമ്പോൾ മറിയം അത് സ്വീകരിക്കുന്നു. 2-ാമത്തെ ഭാഗത്ത് ഒരു ജീവിതാനുഭവം പറയാണ്, എലിസബത്തിന്റെ ഗർഭത്തെക്കുറിച്ച്. അപ്പോൾ ഈ സംഭവത്തിലൂടെയും മറിയം തിരിച്ചറിയുന്നത് ഇത് പ്രവചനപ്രകാരമാണ്, ദൈവത്തിന്റെ ഹിതമാണ്. അങ്ങനെ ഭൗതിക ജീവിത ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും തിരുവചനങ്ങളെ സംബന്ധിച്ചുമുള്ള ബോധ്യങ്ങളിൽ ഈ ക്രിസ്തുവിന്റെ രഹസ്യം തിരിച്ചറിയാവുന്ന ഒരു അകക്കണ്ണ് തുറക്കുക എന്നുള്ളതാണ് സ്വയം സമർപ്പണത്തിന് അത്യാവശ്യമായിട്ടുള്ളത്. ഈ നോമ്പിന്റെ നാളുകളിൽ മംഗളവാർത്ത കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം കണ്ടെത്തേണ്ട 2 മാർഗങ്ങളാണ്. ജീവിത വഴിയിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളിലേക്ക്, ഒപ്പം തന്നെ ജീവിതാനുഭവങ്ങൾക്കകത്ത് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. അപ്രകാരം ബോധ്യമുണ്ടാകുമ്പോൾ സ്വർഗീയമായ എല്ലാ വരങ്ങളാലും ആത്മീയ വരങ്ങളാലും അലങ്കൃതരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഈ ആത്മാവിന്റെ അനുഭവതലത്തിലേക്ക് ഉയർന്നു പോരാൻ കഴിയും. മറിയത്തിന്റെ ഉദരത്തിൽ ക്രിസ്തു ജനിക്കുന്നത് പോലെ തന്നെ സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ അവിടെ നിന്ന് നമ്മെ വീണ്ടെടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? സ്നേഹത്തിൽ സമ്പൂർണ്ണരും പരിശുദ്ധരുമായിരിക്കാൻ വേണ്ടിയാണ്, നിഷ്കളങ്കരായിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പിതാവായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം സംഭവിച്ചതാണ്. ഞാൻ അറിയാതെ ഇങ്ങനെയൊന്നും ആയിപ്പോയതല്ല. എന്റെ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ് സ്നേഹത്തിൽ നിഷ്കളങ്കരായിരിക്കാൻ. അവിടെ നിന്നെ വിളിച്ചിട്ടുണ്ട്, വിശ്വസ്തരായിരിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്ന പരമാർത്ഥത്തെ ഞാൻ എന്റെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് എന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുമ്പോൾ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് വരാൻ എനിക്ക് കഴിയും. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമായിട്ട് മാറുന്നത് അത് ക്രിസ്തുവിൽ നിന്ന് നൽകപ്പെട്ട രക്ഷയാണ്. യേശുവിന്റെ മരണത്താൽ, അവരുടെ രക്തത്താൽ നമുക്ക് രക്ഷ തന്നിരിക്കുന്നു. കൃപയുടെ സമൃദ്ധി നമ്മിലേക്ക് അയച്ചിരിക്കുന്നു. ഈ കൃപാസമൃദ്ധിക്കകത്താണ് നമ്മളെന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. ആ കൃപയിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യത്തോടെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തെരഞ്ഞെടുത്തത് ഈ മഹത്വീകരണ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയാണെന്ന ബോധ്യത്തോടെ ജീവിതത്തെ നോക്കിക്കാണാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണമെന്നാണ് മംഗളവാർത്തക്കാരൻ നമ്മോട് പറയുന്നത്.
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ആദിയിലേ എടുത്തൊരു തീരുമാനത്തിന്റെ ഫലമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മറിയം പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റും, ഇതാ കർത്താവിന്റെ ദാസി ദാസൻ, നിന്റെ വാക്ക് നിറവേറട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവ പദ്ധതിയാണെന്ന് തിരിച്ചറിയുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം ഈ ലോകം അനുഭവിക്കാനായി ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ, ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുകയാണ് ജീവിതധർമ്മമെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പുകഴ്ചയ്ക്കായി ജീവിക്കാൻ പറ്റും, സ്നേഹത്തിന്റെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ഈ മംഗളവാർത്തക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആനുകാലിക ലോക ചുറ്റുപാടുകളിൽ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും വയ്ക്കുന്ന ചുവടുവെപ്പുകളിൽ ഈ ഒരു ബോധ്യത്തോടെ യാദർച്ഛികതകളല്ല, എന്റെ ദൈവത്തിന്റെ തീരുമാനമാണ്, അത് ആദിയിലെ അവിടുന്ന് ലോക സ്ഥാപനത്തിന് മുമ്പ് എടുത്ത തീരുമാനമാണ്. ക്രിസ്തുവിൽ ഒന്നായി തീരാനുള്ള ഈ തീരുമാനത്തിന് വേണ്ടിയാവണം ജീവിതത്തിലെ ക്രമീകരണങ്ങൾ എന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവമഹത്വത്തിനുള്ളതായിട്ട് മാറും, ദൈവാനുഭവത്തിൻ്റെതായിട്ട് മാറും. അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.